നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആളുകൾക്ക് നമ്മളുടെ പേരറിയാമായിരിക്കാം, എന്നാൽ നമ്മളുടെ കഥ അറിയണമെന്നില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകാം, പക്ഷേ നമ്മൾ കടന്നുപോയ വഴികളെക്കുറിച്ച് അവർക്കറിയില്ല. അതുകൊണ്ട് നമ്മളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അത്ര ഗൗരവമായി എടുക്കേണ്ടതില്ല. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിലല്ല, മറിച്ച് നമ്മൾക്ക് നമ്മളെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്നതിലാണ് കാര്യം. നടി ലെനയുടെ ജീവിതവും അവരുടെ കാഴ്ചപ്പാടുകളും സംഘർഷഭരിതമായ ജീവിത വഴികളിലെ ചില ഏടുകളിലൂടെയും നമുക്കൊന്ന് കണ്ണോടിക്കാം. വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ മലയാള സിനിമയ്ക്ക് സംഭാവന നൽകിയ നടിയാണ് ലെന. അതുപോലെ തന്നെ തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ തന്റെ അഭിപ്രായങ്ങൾ പൊതുമധ്യത്തിൽ രേഖപ്പെടുത്തുന്ന നടി കൂടിയാണ് ലെന. ലെന മറ്റ് നടിമാരിൽ നിന്നും വ്യത്യസ്തമാകുന്നത്, മറ്റ് നടിമാരിൽ മിക്കവരും സൗന്ദര്യത്തെക്കുറിച്ചും ഫാഷനെക്കുറിച്ചും പാചകത്തെക്കുറിച്ചും അവരുടെ കരിയറിനെ കുറിച്ചുമൊക്കെ വാചാലയാകുമ്പോൾ, ലെന അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മനഃശാസ്ത്രത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചുമൊക്കെയുള്ള തന്റെ കാഴ്ചപ്പാടുകളാണ് പങ്കുവയ്ക്കാറുള്ളത്. ഇതിനെയൊക്കെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ വാദപ്രതിവാദങ്ങളും അരങ്ങേറിയിട്ടുണ്ട്. വർഷങ്ങളായി ആത്മീയ പാത പിന്തുടരുന്ന ലെന ജീവിതത്തോടുള്ള തന്റെ കാഴ്ചപ്പാടുകളും ഉൾക്കാഴ്ചയും വ്യക്തമാക്കുന്ന ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട്. ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആത്മകഥ എന്നാണ് അതിന്റെ പേര്. ഈ പുസ്തകവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാനസിക ആരോഗ്യത്തെക്കുറിച്ചും മുൻജന്മത്തെക്കുറിച്ചുമെല്ലാം ലെന നടത്തിയ പ്രതികരണങ്ങൾ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. ലെനയുടെ ചില പരാമർശങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഇന്ത്യൻ സൈക്കോളജി ക്ലിനിക്കൽ അസോസിയേഷൻ കേരള ഘടകം രംഗത്തെത്തി. തുടർന്ന് അതിന് മറുപടിയും നൽകിക്കൊണ്ട് ലെനയും എത്തി. ലെന പറയുന്നു, കഴിഞ്ഞ ജന്മത്തിൽ താൻ ഒരു ബുദ്ധ സന്യാസിയായിരുന്നു, 63-ാമത്തെ വയസ്സിൽ മരിച്ചുപോയെന്നും ടിബറ്റ് നേപ്പാൾ അതിർത്തിയിലാണ് അവസാന കാലം കഴിച്ചുകൂട്ടിയതെന്നും പറയുന്നുണ്ട്. ലെനയുടെ ഇത്തരം അഭിപ്രായത്തോട് യോജിക്കാത്ത ഒരു വിഭാഗമുണ്ട്. അവരാണ് ശാസ്ത്രത്തിൽ മാത്രം വിശ്വസിക്കുന്നവരും യുക്തിവാദികളും മറ്റു ചില മതവിശ്വാസികളും. എന്നാൽ പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ടെന്നുള്ളതും വിസ്മരിച്ചുകൂടാ. ഇത് പറയുമ്പോൾ എനിക്കും ഒരു കാര്യം ഓർമ്മ വരികയാണ്. വളരെ വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിലുള്ള താര ആർട്സ് വിജയനും ഞാനും ചേർന്ന് ഗാനഗന്ധർവൻ യേശുദാസിന്റെ വീട്ടിലേക്ക് ചെല്ലുകയുണ്ടായി. ഞാൻ വിജയേട്ടൻ വിളിച്ചിട്ട് കൂടെ പോയതാണ്. അവിടെ ചെല്ലുമ്പോൾ ദാസേട്ടൻ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതം, അതായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തെക്കുറിച്ച് ദാസേട്ടൻ ഒരുപാട് വാചാലനായത് ഞാൻ ഇന്നും ഓർക്കുന്നു. ഇത്തരത്തിലുള്ള നിരവധി പുസ്തകങ്ങൾ തന്റെ കൈവശമുണ്ടെന്നും ഞാൻ അതൊക്കെ വായിച്ച് മനസ്സിലാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ദാസേട്ടൻ അന്ന് പറഞ്ഞ മറ്റൊരു കാര്യം ഞാൻ വളരെ ശ്രദ്ധയോടെയും അതിലേറെ ആശ്ചര്യത്തോടെയും കേട്ടിരുന്നു. ദാസേട്ടൻ പറയുന്നു, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. അന്ന് ദിവസവും അവിടെ തൊഴുതു പ്രാർത്ഥിക്കാൻ പ്രഭയും എത്തിയിരുന്നു. അന്ന് ഞങ്ങൾക്കൊന്നാകാൻ സാധിച്ചില്ല. അത് ഈ ജന്മത്തിൽ സാധിച്ചു. കേട്ടിരുന്ന എനിക്കപ്പോൾ തോന്നിയിരുന്നു, കഴിഞ്ഞ ജന്മത്തിൽ ക്ഷേത്രത്തിലെ പൂജാരി ആയിരുന്നത് കൊണ്ടായിരിക്കാം ക്രിസ്ത്യാനിയായ ദാസേട്ടൻ അമ്പലങ്ങളിൽ പോകുന്നതും ചില അമ്പല നടകളിലെത്തി തൊഴുതു മടങ്ങാൻ ആഗ്രഹിക്കുന്നതും. ദാസേട്ടൻ ഇത് പറഞ്ഞപ്പോൾ എനിക്കും പൂർവ്വജന്മത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചും കൂടുതൽ അറിയണമെന്ന് തോന്നി. ഞാൻ അതിനെക്കുറിച്ച് അറിയുവാനായി അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വാങ്ങി വായിക്കുവാനും തുടങ്ങി. ഉത്തരം കിട്ടാത്ത പല സംഭവങ്ങളും ലോകത്ത് നടക്കുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതിൽ ഏറ്റവും വിശ്വസനീയമായി തോന്നിയ ഒരു കഥയായിരുന്നു മഹാത്മാഗാന്ധി കൂടി ഇടപെട്ട ശാന്തി ദേവിയുടെ പുനർജന്മത്തിന്റെ കഥ. 1926 ജനിച്ച ശാന്താദേവി 3-4 വയസ്സ് പ്രായമുള്ളപ്പോഴേ ആ കുട്ടി തന്റെ വീട് മധുരയിലാണെന്നും തുണിക്കച്ചവടക്കാരൻ കേദാർനാഥിന്റെ ഭാര്യയാണെന്നും പറയാൻ തുടങ്ങി. കൊച്ചുകുട്ടിയുടെ വലിയ വർത്തമാനമായിട്ടേ വീട്ടുകാരെന്ന് അതിനെ കരുതിയുള്ളൂ. സ്കൂളിൽ ചേർത്തപ്പോൾ അധ്യാപകരോടും അവൾ ഈ കഥ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. തന്റെ യഥാർത്ഥ പേര് ലുഗ്തി ദേവി എന്നാണെന്നും ഇളയ കുട്ടിയെ പ്രസവിച്ച 10-ാം നാൾ താൻ മരിച്ചുവെന്നും ഭർത്താവിന് ഇടത്തെ കവിളിൽ ഒരു കറുത്ത മറുകുണ്ടെന്നും അവൾ പറഞ്ഞു. സ്കൂൾ മാസ്റ്റർ മധുരയിലുള്ള സുഹൃത്തുക്കൾ വഴി അന്വേഷിച്ചപ്പോൾ മധുരയിൽ കേദാർനാഥ് എന്ന ഒരു തുണിക്കച്ചവടക്കാരൻ ഉണ്ടെന്നും അയാളുടെ ഇടത്തെ കവിളിൽ വലിയൊരു കറുത്ത മറുകുണ്ടെന്നും അയാളുടെ ഭാര്യ ലുഗ്തി ദേവി പ്രസവിച്ച് 10-ാം നാൾ മരിച്ചു എന്നും മനസ്സിലായി. സ്കൂൾ മാസ്റ്റർ ഒരിക്കൽ കേദാർനാഥിനെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചു. അയാളെ ശാന്തി ദേവിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒറ്റ നോട്ടത്തിൽ തന്നെ ശാന്തി ദേവി
ദേവി കേദാർനാഥിനെ തിരിച്ചറിഞ്ഞു. അയാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അമ്മയോട് അതുണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. മക്കളുടെ പേരെടുത്ത് പറഞ്ഞ് വിശേഷങ്ങൾ ചോദിച്ചു. അയൽക്കാരുടെയും മറ്റു ബന്ധുക്കളുടെയും പേരെടുത്ത് പറഞ്ഞ് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു. ഇതോടെ ഈ പുനർജന്മ കഥയ്ക്ക് വലിയ പ്രചാരവും ലഭിച്ചു. ആ സമയത്ത് ഡൽഹിയിൽ ഉണ്ടായിരുന്ന മഹാത്മാഗാന്ധി ശാന്തി ദേവിയെ സന്ദർശിച്ചു. അവൾ പറഞ്ഞതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഗാന്ധിജി ചിലരെ നിയോഗിച്ചു. 1935 നവംബർ 4 അവർ ശാന്തി ദേവിയും കൂട്ടി മധുരയിലേക്ക് തിരിച്ചു. വണ്ടി ഇറങ്ങിയതും ഭർത്താവിന്റെ വീട്ടിലേക്കുള്ള വഴി ശാന്തി ദേവി കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. വീട്ടിലെത്തിയപ്പോൾ ഓരോരുത്തരെയും അവൾ കൂടെയുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന കിണർ നികത്തുവാനുള്ള കാരണം അവൾ തിരക്കി. താൻ രഹസ്യമായി പണം സൂക്ഷിക്കാറുള്ള സ്ഥലം അവൾ കാണിച്ചു കൊടുത്തു. അവൾ പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നവർക്ക് ബോധ്യപ്പെട്ടു. ഇത്തരം അത്ഭുതങ്ങൾ പേറുന്ന നിരവധി സംഭവങ്ങൾ ഞാനും വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്നവരെ എങ്ങനെ കുറ്റപ്പെടുത്താൻ സാധിക്കും? കാരണം അത് അവരുടെ ബോധ്യങ്ങളാണ്. ഇതൊക്കെ മനസ്സിന്റെ തോന്നലുകളാണെന്ന് വിശ്വസിക്കുന്നവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത് അവരുടെ വിശ്വാസവുമാണ്. ലെന പറയുന്നു, തനിക്ക് സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെന്നും ക്ലിനിക്കൽ സൈക്കോളജിയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നും. ലെനയുടെ തലം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെ നിന്ന് വേണം നമ്മൾ അവരെ വിലയിരുത്താൻ. ആത്മീയതയും ശാസ്ത്രവും കൂടിച്ചേർന്നുള്ള സന്തുലിതമായ മനസ്സാണ് ലെനയുടേത്. ഉദാഹരണമായി പറഞ്ഞാൽ മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ ഡോക്ടർ സണ്ണിയും ബ്രഹ്മദത്തൻ നമ്പൂതിരിയും കൂടി ചേർന്നാലുള്ള അവസ്ഥ. ലെനയുടെ ജീവിത നാൾ വഴികളും വ്യത്യസ്തമാണ്. 12ാമത്തെ വയസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്റെ സഹപാഠിയുമായി ഉണ്ടായ പ്രണയം, അത് 23ാമത്തെ വയസ്സിൽ വിവാഹത്തിലെത്തപ്പെടുന്നു. 30ാമത്തെ വയസ്സിൽ അവരുടെ വിവാഹബന്ധം അവസാനിക്കുന്നു. ഇവിടെയും ലെന വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. ജാതകപ്രകാരം 7ര ശനി തുടങ്ങിയ കാലത്തായിരുന്നു വിവാഹം. ബന്ധം വേർപെടുത്തിയതോടെ 7ര ശനിയും അവസാനിച്ചു. പരസ്പരം പിരിഞ്ഞപ്പോൾ വൈകാരികമായി ഒന്നും തോന്നിയില്ല. അത് ഒരു പ്രായോഗിക തീരുമാനമായിരുന്നു. ഒന്നിച്ച് ഒരു ഗുലാബ് ജാം കഴിച്ച് സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ വേർപിരിഞ്ഞത്. അന്ന് ലെന പറഞ്ഞിരുന്നത് എന്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു വിവാഹത്തിന് സാധ്യതയില്ല എന്നായിരുന്നു. എന്നാൽ പിന്നീട് ഈ തീരുമാനത്തിൽ നിന്നും അവർ പിന്നോട്ടു പോയി. അതിന് കാരണം അവരെക്കുറിച്ച് കേട്ടുമറിഞ്ഞും അവരുടെ ചിന്താഗതികളെ ഇഷ്ടപ്പെടുന്നതും അനുകൂലിക്കുന്നതുമായ ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അവരെ തേടിയെത്തിയപ്പോഴാണ്. ഇന്ത്യൻ ബഹിരാകാശ യാത്രികരുടെ ക്യാപ്റ്റനാണ് അദ്ദേഹം. ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു എന്നും ലെന പറയുന്നുണ്ട്. ജീവിതത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ച ആളാണ് താനെന്നും ലെന പറയുന്നുണ്ട്. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു മികച്ച പേരന്റാകാൻ തനിക്ക് കഴിയുമോ എന്നതും സ്വന്തം ബാല്യത്തിൽ അനുഭവിച്ച ഏകാന്തതയും കരിയറിലെ ലക്ഷ്യബോധവുമൊക്കെ ആയിരുന്നു ഈ ഒരു തീരുമാനത്തിന്റെ പിന്നിലെന്ന്. 23ാമത്തെ വയസ്സിൽ കൊടൈക്കനാൽ ഫോറസ്റ്റിൽ വെച്ച് മഷ്റൂം കഴിച്ച ഒരു കഥ അവർ പറയുന്നുണ്ട്. അത് കഴിച്ച് മൈൻഡ് എക്സ്പാൻഡിങ് ആയപ്പോൾ പല പല ചിന്തകളും കടന്നു വന്നു. ദൈവം എന്താണ്? ഈ ഫോറസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായി? ഇതൊക്കെ ആര് സൃഷ്ടിച്ചു? എന്നൊക്കെയുള്ള അന്വേഷണത്തിലേക്ക് മനസ്സെത്തപ്പെട്ടതായി അവർ പറയുന്നു. മഷ്റൂം കഴിച്ച് മത്തുപിടിച്ച് ഉന്മാദ ലഹരിയിൽ ആറാടിയപ്പോഴാണ് ആത്മീയത തേടി മനസ്സലഞ്ഞതെന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നീട് 12 വർഷക്കാലം സന്യാസ ജീവിതം, തലമുണ്ഡനം ചെയ്ത് ഹിമാലയത്തിലേക്കുള്ള യാത്ര. ഇതിനിടയ്ക്ക് മനസ്സ് കൈവിട്ടു പോകുമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ 14 വർഷക്കാലം സൈക്കാട്രിക് മെഡിസിൻ കഴിക്കേണ്ടതായി വന്നു. ഇവിടെയാണ് ലെനയുടെ ജീവിതത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട മെഡിസിൻ മനസ്സിനെ തന്റെ പരിധിയിൽ നിർത്തിക്കൊണ്ട് മരുന്നിന് എന്നേക്കുമായി ഉപേക്ഷിക്കുന്നത്. തന്നെ ആത്മീയതയിലേക്ക് തള്ളിവിട്ടത് മോഹൻലാൽ ആണെന്നാണ് അവർ പറയുന്നത്. തന്റെ ആത്മീയ ഗുരു മോഹൻലാൽ ആണെന്നാണ് അവരുടെ ഭാഷ്യം. ഓഷോയുടെ ദ ബുക്ക് ഓഫ് സീക്രട്ട് എന്ന പുസ്തകം വായിക്കാൻ മോഹൻലാൽ നിർദ്ദേശിച്ചു. ആ ദിവസം തന്നെ പുസ്തകം വാങ്ങി വായിച്ചു. പിന്നീട് 2.5 വർഷം കൊണ്ട് തന്റെ ജീവിതം ആകെ മാറി. പിന്നീട് വിവേക ചൂടാമണി ഉൾപ്പെടെ പല ഗ്രന്ഥങ്ങളും ഞാൻ വായിച്ചു. ലെന പറയുന്നു, ഞാൻ പറയുന്നതൊന്നും മതപരമല്ല, പൊളിറ്റിക്കലുമല്ല. ഞാൻ എന്ന് പറയുന്നത് ജീവനാണ്. എന്തിനാണ് ആ ജീവനിൽ വേർതിരിവ്? എല്ലാം ഒന്നിലേക്കല്ലേ എത്തുന്നത്? ദൈവം എന്നത് ജീവനാണ്. ഇതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. ഏറ്റവും സാധാരണ കാര്യങ്ങളാണ് യാഥാർത്ഥ്യം. അതിന്റെ മുകളിൽ കെട്ടിച്ചമയ്ക്കുന്ന ബുദ്ധിജീവിത്തരവും ഇന്റലക്ച്വലിസവും ഒക്കെ കൃത്രിമമാണ്. ലെന എന്ന പേരിന്റെ പിന്നിലും ഒരു കഥയുണ്ട്. മകളുടെ പേര് ലീന എന്നെഴുതി അച്ഛൻ അയച്ചത്. അമ്മ വായിച്ചത് ലെന എന്നായിരുന്നു. അത് കാരണം നല്ലൊരു പേര് വന്നു ഭവിച്ചു. ലെന എന്ന വാക്കിന്റെ അർത്ഥം വെളിച്ചമെന്നാണ്. തന്റെ പേരിനെ അന്വർത്ഥമാക്കും വിധം തന്റെ ജീവിതം കൊണ്ട് ലോകത്തിന് വെളിച്ചം പകരാനാണ് ലെന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലെന എന്ന വെളിച്ചത്തിന്റെ വഴികളിൽ ഇനി ഒരിക്കലും കരിനിഴൽ പടരാതിരിക്കട്ടെ. ലെനയ്ക്കും കുടുംബത്തിനും എല്ലാവിധ
ഭാവുകങ്ങളും നേരുന്നു. ജീവൻ നൽകുന്നത് ശ്വാസമാണ്, പക്ഷേ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് വിശ്വാസവും സ്നേഹവുമാണ്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.